കൊണ്ട് നമസ്കരിക്കാൻ നമ്മൾ അംഗീകരിക്കുന്ന ശാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് തന്നെ നെഞ്ചത്ത് കൈവച്ച് നമസ്കരിക്കാമെന്ന് മുജാഹിദുകൾ പറയുന്നുണ്ടല്ലോ. കൂടാതെ പ്രവാചകന്റെ ഹദീസും ഉണ്ടല്ലോ. എന്താണ് ഈ വിഷയത്തിന്റെ നിജസ്ഥിതി? നിങ്ങളൊന്ന് സത്യം പറയണം. നിങ്ങൾ ഉസ്താദിനോട് പോയി ചോദിച്ചു നോക്കൂ. എന്താണ് ഉസ്താദിന് കാര്യം എളുപ്പ. ഉസ്താദ് പറയും, മനെ ഈയിപ്പ മൗലവിന്റെ പ്രസംഗം കേട്ടുകണ്ടല്ലേ ഈ വണ്ടി കയറി വന്നത്. ഇഞ്ചാൻ എന്ത് ചെയ്യേ, ആ മൗലവിന്റെ വല്യാപ്പ പഠിച്ചിനെ മുജാഹിദ് മദ്രസയിൽ ഒരു പുസ്തകം ഉണ്ട്. ടി കെ മൗലവി, ഇ കെ മൗലവി പോലെയുള്ള പഴയകാല മുജാഹിദീങ്ങള് അന്നത്തെ ഈ പ്രസംഗിച്ച മൗലവിന്റെ വല്യാപ്പാക്ക് നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി ഓല പുസ്തകം ഓൽക്ക് കൊടുത്ത ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മൗലവിമാര് പഠിപ്പിച്ച നിസ്കാരത്തിലെ കൈ എവിടെയാ നിങ്ങള്? മൗലവിനെ പറയുന്നുണ്ട്, നെഞ്ഞിന്റെയും പുക്കിളിന്റെ ഇടയിലാണ് കൈകെട്ടേണ്ടത്. നിങ്ങൾ ആലോചിച്ച്, നെഞ്ഞിന്റെയും പുക്കിളിന്റെ ഇടയിലാണ്. അപ്പോ പള്ളിക്കല ഉസ്താദിന്റെ അടുത്തേക്ക് ഈ മൗലവിന്റെ പ്രസംഗം കേട്ട് വണ്ടി കയറി വരുന്ന കുട്ടിക്ക് എളുപ്പം കൊടുക്കാൻ പറ്റിയ ചികിത്സ എന്താണ്? മനെ അതൊക്കെ മൗലവിമാരെ വിവരക്കേടാണ്. സംശയം ഉണ്ടെങ്കിൽ ആ മൗലവിന്റെ വല്യാപ്പ പഠിച്ച മുജാഹിദ് മദ്രസയിൽ അന്ന് പഠിപ്പിച്ചതിന് നിസ്കാരത്തിന്റെ ബുക്ക് ഉണ്ടാവുക എന്ന് നോക്കി വായിച്ചാൽ മതി. അപ്പൊ നോക്കുമ്പോ അതിലെന്തുള്ളത്? നെഞ്ഞിന്റെ ബുക്കിന്റെ ഇടയില്. അപ്പൊ പിന്നെ തിരിച്ചു മൗലവിനോട് ചോദിക്കണം, അല്ല മൗലവി, നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഹദീസും ആയിട്ടൊന്നും കാണാതെ ഇത്തരം കുറ്റുറപ്പിൽ ഈ മൗലവിമാര് ബുക്ക് ഇറക്കിയത്, നിങ്ങളെ ബാപ്പാരെ നിക്കാരൊക്കെ തോട്ടിലാക്കിയത് എന്ന് പോയൊന്ന് ചോദിച്ചാ തീരുമാനവും കണ്ടങ്ങള്. ഇത്തരേ വഹാബികളുടെ ആയുസുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, മൗലവിമാര് പറയാ നെഞ്ചിൽ വെക്കണം എന്ന് മൗലവിമാര് പറയണ. പിന്നെ കേവലം സഹോദരന്മാരെ ഏതിലും മാത്രമല്ല, നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദുമായൊക്കെ ബന്ധപ്പെട്ട ചില ഡയലോഗൊക്കെ ഹുസൈൻ സലഫിന്റെ ഉണ്ട്. സമയം പോലെ ആയിക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്നിടത്തോളം ഞാൻ പറയും. നിങ്ങളെ തിരക്കോലെ ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ